നല്ല ചുമന്ന വറ്റൽമുളക് അരച്ച് ദേവിക്ക് മുന്നിൽ പ്രാർത്ഥിച്ചാൽ കുറ്റം ചെയ്തവർക്ക് ശിക്ഷ ഉറപ്പ്. കണ്ണു തുറന്നു കിടക്കുന്ന നീതി ദേവതയുടെ കോയിൽ. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കോയമ്പത്തൂർ പൊള്ളാച്ചിയിലുള്ള ആനമലയിലുള്ള മാസാണി അമ്മൻ കോയിലിലാണ്. വളരെ വ്യത്യസ്തമായ ആചാരങ്ങളാണ് ഇവിടെ ഉള്ളത്. ആഗ്രഹ സാഫല്യത്തിന് ദൈവത്തിന് കത്തെഴുതി സമർപ്പിക്കുകയാണെങ്കിൽ നടക്കുമെന്നാണ് ഇവിടെ ഉള്ളവരുടെ വിശ്വാസം. അതുപോലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് ഈ നീതിദേവതയുടെ കല്ലില് വറ്റൽമുളക് അരച്ച് തേച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് വന്ന ദോഷങ്ങൾക്കോ അല്ലെങ്കിൽ കളവ് പോയതിനോ അല്ലെങ്കിൽ ചതിക്കപ്പെട്ടവരോ വഞ്ചിക്കപ്പെട്ടവരോ അങ്ങനെ നീതി നിഷേധിക്കപ്പെട്ട ആർക്കാണെങ്കിലും നീതി ലഭിക്കുമെന്നാണ്. അതും 90 ദിവസത്തിനകത്ത് പരിഹാരം ഉണ്ടാവുമെന്നാണ് ഇവിടെ ഉള്ളവരുടെ വിശ്വാസം. അതുപോലെ കല്യാണ സാഫല്യത്തിനായിട്ട് താലിച്ചരട് മരത്തിൽ കെട്ടുന്ന ഒരു നേർച്ചയുണ്ട്. ഒപ്പം സന്താന സൗഭാഗ്യത്തിനായിട്ട് തൊട്ടിൽ കെട്ടുന്നത്, കൊടിമരത്തിന് ചുറ്റും ഉപ്പ് വിതറുന്നത് ദോഷം മാറാനായിട്ട്, ദേവിക്ക് സാരി സമർപ്പിക്കുക, ഒപ്പം സിന്ദൂരവും മഞ്ഞളും വിളക്കു നേർച്ചയും ഒക്കെ ഇവിടെയുണ്ട്. ഈ മാസാണി അമ്മൻ കോയിലിനെ പറ്റി നിരവധി ചരിത്ര കഥകൾ പ്രചാരത്തിലുണ്ട്. ആനമല ഭരിച്ചിരുന്ന ഒരു രാജാവ് അവിടെ ഒരു അത്ഭുതകരമായ മാമ്പഴത്തിനെ വിലക്കപ്പെട്ട കനിയായിട്ട് വിളംബരം ചെയ്യുകയും അതൊരു ഗർഭിണിയായ സ്ത്രീ അറിയാതെ ഭക്ഷിക്കുകയും അങ്ങനെ ആ സ്ത്രീയെ രാജാവ് ഗർഭിണിയായിരിക്കെ വധിക്കുകയും ചെയ്തു. ആ സ്ത്രീയുടെ ശാപം കാരണം ആ നാട് മുഴുവൻ നശിക്കുകയും കൊടിയ വരൾച്ച വരികയും ഒക്കെ ചെയ്തതായിട്ട് പറയപ്പെടുന്നു. ശേഷം ആ സ്ത്രീയെ ദേവിയായി എല്ലാവരും ആരാധിച്ച് അതിന്റെ ശാപമോക്ഷം ലഭിക്കുകയും അങ്ങനെ ഉണ്ടായ ശിലയാണ് 17 അടി ഉള്ള ഈ വിഗ്രഹം എന്ന് കിടക്കുന്ന ഗർഭിണിയായ സ്ത്രീയുടെ വിഗ്രഹമായിട്ടാണ് പറയപ്പെടുന്നത്. മറ്റൊരു കഥ പറയുന്നത് ഗർഭിണിയായ സ്ത്രീ പ്രസവവേദന വന്നപ്പോൾ വനത്തിലൂടെ നടന്നു പോവുകയും ഒരുപാട് നടക്കാൻ ബുദ്ധിമുട്ടായത് കാരണം ഭർത്താവ് ആ സ്ത്രീയെ വനത്തിൽ നിർത്തിയിട്ട് വയറ്റാട്ടിയെ വിളിക്കാൻ പോവുകയും തിരിച്ചു വന്നപ്പോഴേക്കും ആ സ്ത്രീയും കുഞ്ഞും മരണപ്പെട്ട് കിടക്കുന്നതായിട്ട് കാണുകയും ചെയ്തതായിട്ട് പറയപ്പെടുന്നു. ചാണകത്തിൽ ചവിട്ടിയാണ് ആ സ്ത്രീ വീണതെന്നും അതുകൊണ്ടാണ് ഈ അമ്പലത്തിന് മാസാണി അമ്മൻ എന്ന പേര് വന്നതെന്നുമാണ് കഥകൾ പറയപ്പെടുന്നത്. അതിന് തൊട്ടടുത്തൊരു ചെറിയ പുഴയുണ്ട്. അവിടെ പോയി കാലൊക്കെ കഴുകി തിരിച്ചു വന്നപ്പോഴേക്കും പട്ടിക്കുട്ടന്മാര് ജനങ്ങളുടെ ചെരുപ്പൊക്കെ കടിച്ചെടുത്ത് ഓടുന്നുണ്ടായിരുന്നു. എന്തായാലും കണ്ണ് കെട്ടാത്ത വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ദേവതയാണ് ഇവിടുത്തെ അമ്മ എന്നാണ് ഇവിടെ പൊതുവെയുള്ള വിശ്വാസം. അപ്പോൾ ഇതുപോലുള്ള മറ്റ് ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.